ഇവിടെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ടിന് കുഞ്ഞുങ്ങൾ ജനിക്കാണ്. ഒരു ആൺകുട്ടിയും അതേപോലെ ഒരു പെൺകുട്ടിയും ആയിരിക്കും. കുഞ്ഞുങ്ങൾ ജനിച്ച സന്തോഷത്തിൽ അവരത് കൊണ്ടാടാൻ തന്നെ പോവാ. കുഞ്ഞുങ്ങളുടെ ഓരോ വളർച്ചയും അവർ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ടും ആയിരുന്നു. അങ്ങനെ അവരുടെ ഒരു ബർത്ത്ഡേന്റെ സമയത്ത് അവർക്ക് രണ്ടുപേർക്കും അച്ഛനമ്മമാരെ സൈക്കിൾ ആയിരുന്നു ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് ഹീറോയിനാണെങ്കിൽ ഒരു പയ്യനെ ലഡു കൊടുക്കുന്ന സമയത്ത് അവൻ അവളെ വേണ്ടാത്ത രീതിയിൽ തൊടുന്നത് ഹീറോ കാണാം. ഇനി നീ അവനോട് ഫ്രണ്ട് ആവാൻ പാടില്ല, അവനോട് മിണ്ടാൻ പാടില്ല ഹീറോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറോയിനും ഓക്കെ പറയാണ്. എന്നാൽ ആ ഒരു പയ്യൻ വീണ്ടും വന്ന് ഒരു ക്വസ്റ്റ്യന്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാമോ ചോദിച്ചിട്ട് സംസാരിക്കാൻ വരാണ്. എന്നിട്ട് അവളെ വേണ്ടാത്ത രീതിയിൽ നോക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ അവിടത്തേക്ക് വന്നിട്ട് അടി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാണ്. ഹീറോയിൻ അത് അതിന്റെ ഇടയിൽ പെട്ടുപോയെങ്കിലും ഹീറോ ഒന്നും നോക്കാതെ ആള് മാറിയിട്ട് നല്ലൊരു അടി കൊടുക്കാണ്. ഹീറോയിൻ ആണെങ്കിൽ ഇനി ഇതിന് ശേഷം ഞാൻ എന്നോട് മിണ്ടില്ല എന്നും പറയാണ്. അങ്ങനെ അവര് വളർന്ന് വലുതായെങ്കിൽ പരസ്പരം നല്ല സ്നേഹം ഉണ്ടായിട്ടും ഇപ്പോഴും മിണ്ടാറില്ല. അങ്ങനെ ഹീറോയിനും ഒരേ സമയത്തായിരുന്നു കോളേജിലേക്ക് ഇറങ്ങുന്നുണ്ടാവുക. കോളേജിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ ഹീറോയിൻ രാധ വണ്ടി വർക്ക് ആവുന്നുണ്ടാവില്ല. ഋഷിനോടാണെങ്കിൽ ഇവളെയും കൂടെ കൂട്ടിയെന്ന് പറയുന്ന സമയത്ത് അവൻ അതിന് സമ്മതിക്കും. രാധയും ഋഷിയും വേറെ വേറെ പോകാൻ തീരുമാനിക്കാണ്. രാധയാണെങ്കിൽ തന്റെ ചേട്ടന്റെ വണ്ടിയിലായിരുന്നു പോയിട്ടുണ്ടായത്. ട്രാഫിക്കിന്റെ സമയത്ത് രാധേനെ വളരെ മോശമായിട്ട് നോക്കുന്ന കാണാണ്. അതേ സമയത്ത് അവിടത്തേക്ക് ഋഷിയും വരുന്നുണ്ടാവും. ആ ആണുങ്ങൾ കുറച്ച് പിറകിലോട്ട് പോവാന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരു കൊച്ചു പെണ്ണാണ് കുറച്ച് കുടകൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടാവും. അതിൽ നിന്നും ഒന്ന് ഋഷി എടുത്തതിന് ശേഷം അത് അവിടെ തുറന്നു വെക്കാണ്. പെട്ടെന്നാണ് രാധയുടെ ചേട്ടനെ ആരോ ഫോൺ വിളിച്ചിട്ട് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഋഷിന്റെ കൂടെ പോവാണ്. ഇതുകൊണ്ട് ഋഷിക്കും ഒരുപാട് സന്തോഷമാണ്. അങ്ങനെ കോളേജിലെത്തിയ സമയത്ത് ഫ്രണ്ടിനോട് അവളുടെ വണ്ടി ഞാനാ കംപ്ലൈന്റ് ആക്കി എന്നൊക്കെ വലിയ ബീമ്പെടുക്കുന്ന സമയത്ത് രാധ വന്നിട്ട് അവന്റെ കോട്ടിന്റെ കീശയിൽ നിന്നും ആ ഒരു സാധനം എടുത്തു കൊടുക്കാണ്. ഋഷിയാണെങ്കിൽ ആകെ നാണം കെട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് കോളേജിലെത്തിയാൽ പിന്നെ ഹീറോയിനും തമ്മിൽ എപ്പോഴും അടിയായിരുന്നു. ഇങ്ങനെ ഇവര് പരസ്പരം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിന് വഴിയായിരിക്കും അറിയിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ പോകെ ഫ്രണ്ട്സിന് തന്നെ ഇത് മടിയാവാണ്. ആൻഡ് അതിനുശേഷം രണ്ടുപേരെയും വിളിച്ച് വരുത്തി ഇവർ തമ്മിലെ പ്രശ്നം ഇവർ തന്നെ പറഞ്ഞു തീർക്കണമെന്ന് വിചാരിക്കുകയാണ്. എന്നാലും അവരത് ചെയ്യുന്നുണ്ടായിരിക്കും. ലാസ്റ്റ് ഒരു പ്രൊഫസർ തന്നെ വന്നിട്ട് ഇനി വരുന്ന എക്സാമിന് ആർക്കാണോ മാർക്ക് കുറവ് അവർ തന്നെ ഫസ്റ്റ് മിണ്ടണം എന്ന് പറയാം. അതേ സമയത്തായിരിക്കും ഹീറോയിന്റെയും ഫാമിലിയിൽ എല്ലാവരും കൂടെ ഒരു ഫംഗ്ഷൻ കൂടാൻ വേണ്ടി ഒന്നിച്ചൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും. ഇവർ രണ്ടാളും വീട്ടിൽ ഒറ്റക്കാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹീറോയിനെ പഠിക്കാൻ വേണ്ടി ഹീറോ സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആണെങ്കിൽ നേരെ ഹീറോയിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകും. എന്നാലേ അവിടെയും ഹീറോ വിടാതെ പിന്നാലെ വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പുറമുള്ള ഒരു ഫ്ലാറ്റിൽ നിന്നും പാട്ടും വെച്ച് അവിടുന്ന് കൂത്ത് ഡാൻസ് കളിച്ചുകൊടുക്കുന്ന സമയത്ത് ഹീറോയിൻ ആണെങ്കിൽ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ഒരു ഓട്ടോയിൽ കയറി വീട്ടിൽ പോകുന്ന സമയത്ത് ഹീറോയിന്റെ ചേട്ടന്റെ കുറച്ച് ശത്രുക്കളാണെങ്കിൽ ഹീറോയിനെ വന്നിട്ട് പേടിപ്പിക്കുന്നുണ്ടാവും. എന്നിട്ട് എനിക്ക് ലാസ്റ്റ് ആരെ വേണമെങ്കിൽ വിളിച്ചോ, എന്നാൽ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് പറയാം. വില്ലൻ അങ്ങനെ പറഞ്ഞതും ഹീറോയിൻ നേരെ വിളിച്ചിട്ടുണ്ടാവുക ഹീറോനെ ആയിരിക്കും. ഹീറോനെ വിളിച്ചതും സംസാരിക്കാതെ ഫോൺ കട്ട് ചെയ്യാതെ വെക്കുക കാര്യങ്ങൾ പറയായിരിക്കും. ഇതൊക്കെ കേട്ട് ഇംപ്രസ് അടിച്ച ഹീറോയിൻ ആണെങ്കിൽ ഹീറോനെ വിളിച്ച് വരുത്തി ഒരു കിസ്സും കൊടുക്കും. ഇതോടെ ഹീറോ അങ്ങ് ഫ്ലാറ്റ് ആയി. ആൻഡ് അതിനുശേഷം അവരെല്ലാരെയും അടിച്ചു പരത്തിയതിനു ശേഷം ഹീറോയിനും കൂടെ നല്ലപോലെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരു ഫംഗ്ഷന് മിനിസ്റ്റർ അവിടത്തേക്ക് വന്നിട്ടുണ്ടാവുക. അങ്ങനെ രാധയുടെ ചേട്ടൻ പൊളിറ്റിക്സിലായതുകൊണ്ട് തന്നെ രാധയുടെ ചേച്ചിനെ കൊണ്ട് മിനിസ്റ്ററുടെ ചെക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച ഇവന് പൊളിറ്റിക്സിൽ വലിയ ഭാവി ഉണ്ടാവും എന്ന് പറയും. അങ്ങനെ ഇങ്ങനെ ഒരു സംബന്ധം നടക്കുന്ന സമയത്ത് രാധയുടെ ചേച്ചിയാണെങ്കിൽ ഞാനാണെങ്കിൽ ഋഷിന്റെ ചേട്ടനുമായിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് സ്നേഹത്തിലാണ് എന്ന് പറയാം. ഇതൊക്കെ കണ്ട് ദേഷ്യം പിടിച്ച മിനിസ്റ്റർ അവിടുന്ന് ഇറങ്ങി പോവാണ്. അതേ സമയത്ത് ഒരു വലിയ ഡയലോഗും കൂടെ പറയും. സ്വന്തം വീട് നോക്കാൻ കഴിയാത്ത നീയാണോടാ നാട്ടുകാരെ നോക്കാൻ പോകുന്നത്. ഇതിൽ ദേഷ്യം വന്ന രാധയുടെ ചേട്ടനാണെങ്കിൽ ഋഷിന്റെ ചേട്ടനെ അടിക്കും. ഋഷിന്റെ ചേട്ടനെ അടിക്കുന്ന കണ്ടിട്ട് ഋഷിക്ക് ദേഷ്യം വന്നിട്ട് രാധയുടെ ചേട്ടനെ അടിക്കാണ്. അങ്ങനെ വീട് മുഴുവൻ കൂട്ടത്തല്ലായ സമയത്ത് ഇത്രയും നാൾ ഒത്തൊരുമയെ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു വീട് തല്ലിപ്പിരിയാണ്. പിന്നീട് രാധയും അതേപോലെ ഋഷിയും വേർപിരിയാണ്. പിന്നീട് അവർക്കാണെങ്കിൽ സംസാരിക്കാനും കഴിയുന്നുണ്ടാവും. വീട്ടുകാർ തമ്മിൽ അടിയായതുകൊണ്ട് തന്നെ ഋഷി രാധയും വീണ്ടും സംസാരിക്കാണ്ടാവാണ്. എന്നാലും രാധ എവിടെ പോയാലും ഋഷി പിറകെ പോക്കുണ്ടായിരുന്നു. എത്ര ലേറ്റ് ആയിട്ട് അവള് വീട്ടിൽ പോയാലും അവള് വീട്ടിലെത്തിക്കാതെ ഋഷി പോയിട്ടുണ്ടാവില്ല. ഒരു ദിവസം ഒരു ഗ്രാമത്തിലേക്ക് മെഡിക്കൽ ക്യാമ്പിന് പോകുന്ന വഴിക്ക് ഒരു ഓട്ടോറിക്ഷ ആക്സിഡന്റ് ആവാണ്. എന്നാൽ അതിൽ ഋഷി ആയിരിക്കുമെന്ന് വിചാരിച്ച് രാധ പേടിച്ചു പോവാണ്. എന്നിട്ട് അവിടെ ഓടി ഹോസ്പിറ്റലിലേക്ക് പോയി നോക്കിയ സമയത്ത് ഋഷി ആയിരുന്നില്ല, പകരം വേറെ സുഹൃത്തുക്കളായിരുന്നു. എന്നാലും ഋഷിയെ കണ്ടതുകൊണ്ട് തന്നെ അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ അവനെ പോയി കെട്ടിപ്പിടിക്കണം. അന്ന് മുതൽ എങ്ങനെയെങ്കിലും വീട്ടുകാരെ ഒത്തിപ്പിക്കണം എന്നും പറഞ്ഞിട്ട് രണ്ടും കൂടെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് രണ്ടമ്മമാരെയും ഒരു അമ്പലത്തിലേക്ക് കൊണ്ടുവരും. ആൻഡ് അതിനുശേഷം അവർക്ക് ഇഷ്ടമുള്ള സീരിയൽ ആക്ടറെ കണ്ടുപിടിച്ചതിന് ശേഷം അങ്ങനെ അവരെ ഒന്നിപ്പിക്കുകയാണ്. ആൻഡ് അതിനുശേഷം രണ്ട് അച്ഛന്മാരുടെയും ഫോണിലേക്ക് തലങ്ങും വിലങ്ങും മെസ്സേജ് അയച്ചതിന് ശേഷം രണ്ടുപേരെയും ഒരു തിയേറ്ററിൽ കൊണ്ടുവരാണ്. അതിലത്തെ അച്ഛന്മാരുടെ ഫേവറേറ്റ് ആയിരുന്നു. അങ്ങനെ അവരെ ഒന്നിക്കാണ്. ലാസ്റ്റ് രാധയുടെ ചേട്ടന്റെ മുന്നിലൂടെ രണ്ടാരും കൂടെ കെട്ടിപ്പിടിച്ചിട്ട് ബൈക്കിൽ പോവാണ്. ചേട്ടനും ദേഷ്യം വന്നിട്ട് പിന്നാലെ പോകുന്നുണ്ടാവും. ഫസ്റ്റ് തന്നെ രണ്ടമ്മമാരെ അമ്പലത്തിൽ വെച്ച് കാണാണ്. ആൻഡ് അതിനുശേഷം പാർക്കിൽ ഇരുന്ന് വർത്താനം പറയുന്ന അച്ഛന്മാരെയും കണ്ടിട്ട് ദേഷ്യം വന്ന രാധയുടെ ചേട്ടനാണെങ്കിൽ വന്നത് വീട്ടിലേക്കായിരിക്കും. എന്നിട്ട് എല്ലാരും കൂടി എന്നാ പൊട്ടൻ കളിക്കലാണോ, ഞാനാണോ ഇതിലെ പൊട്ടൻ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിക്കാണ്. എന്നിട്ട് ഒരു ഗണ്ണും എടുത്ത് താഴേക്ക് ഇറങ്ങി പോവാണ്. അതേ സമയത്ത് ഋഷി അവിടത്തേക്ക് വരുന്നുണ്ടാവും. ഋഷിയെ കയറി ഉപദ്രവിക്കാൻ നോക്കുന്ന സമയത്ത് രാധയുടെ അച്ഛനാണെങ്കിൽ ചേട്ടനിട്ട് നല്ലൊരു തല്ലും കൊടുക്കും. എല്ലാവരും ഇത് കണ്ട് ഷോക്ക് അടിച്ചിരിക്കുന്ന സമയത്ത് രാധയുടെ അച്ഛനാണെങ്കിൽ ഇത്രയും നല്ല പയ്യനെയാണോടാ നീ തല്ലും നോക്കുന്നത്, ഒരു ദിവസം രാത്രിക്ക് നിന്റെ അനിയത്തി ഋഷിയുടെ ചേട്ടനും കൂടെ ഒളിച്ചോടി പോകുന്നത് ഞാൻ കണ്ട് പിന്നാലെ പോയെങ്കിലും ഋഷിയാണ്
പറഞ്ഞിട്ടാണ് അവരെ അച്ഛനും അമ്മയും ഫാമിലിയാണ് വലുത് എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങനെയുള്ള ഒരു പയ്യനെ നീ എന്തിനാ ഉപദ്രവിക്കുന്നത്? ഇവൻ നമ്മളെ കുടുംബത്തിന് വേണ്ടി നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് മാത്രമല്ല ഇവൻ കാരനാണ് ഇത്രയും നല്ലൊരു രീതിയിൽ നമ്മളിപ്പോ ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നത് എന്നും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ തെറ്റൊക്കെ മനസ്സിലാക്കിയ രാധയുടെ ചേട്ടനാണെങ്കിൽ ഋഷിനോട് സോറി പറയാണ്. എന്നിട്ട് ഇപ്പൊ രണ്ട് കുടുംബങ്ങളും ഒന്നായ സമയത്ത് ഋഷി രാധയും കൂടെ ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്നല്ല, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, അത് മാത്രമല്ല കല്യാണം കഴിക്കണം എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് കുടുംബങ്ങൾക്കൊക്കെ സന്തോഷമാകണം. അതേസമയത്ത് രാധയുടെ ചേച്ചിയുടെയും ഋഷിയുടെ ചേട്ടനെയും കല്യാണം നടത്തി കൊടുക്കുകയാണ്. പിന്നീട് ഫാമിലി നന്നായിട്ട് എൻജോയ് ചെയ്തതും കാണിച്ചിട്ട് ഈ ഫിലിം ഇവിടെ അവസാനിക്കുകയാണ്. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നല്ല സ്റ്റോറി ആയിട്ട് നാളെ കാണാം.